കഴിഞ്ഞ ക്ലാസ്സിൽ റൊട്ടേഷനെ കുറിച്ച് സംസാരിച്ചു. സൂചിപ്പിച്ചത് സെൻറ്റർ ഫൈറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ സെൻറ്ററിൽ പോയിട്ട് റൊട്ടേറ്റ് ചെയ്തത് അത് നിങ്ങൾക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ബ്ലോക്ക് ചെയ്യണമെങ്കിലോ അറ്റാക്ക് ചെയ്യണമെങ്കിലോ അറ്റാക്കിനും ബ്ലോക്കിനും പവറില്ലാന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് റൊട്ടേഷൻ എടുത്തായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ന് പറഞ്ഞപ്പോഴേ വൺ ഹാൻഡിൽ റൊട്ടേഷനാണ് എടുത്തത്. അത് കുറച്ച് വിശദീകരിച്ചെടുക്കാനായിട്ട് വളരെ ഇപ്പം ഈ ഇത് വിശദീകരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ റൊട്ടേഷനിൽ ശ്രദ്ധിക്കേണ്ടത് കൗണ്ട് ചെയ്യേണ്ടത് ഫ്രണ്ടിലൊന്ന് ബാക്കിൽ രണ്ട്. ഫ്രണ്ടിലൊന്ന് ബാക്കിൽ രണ്ട് റൊട്ടേഷൻ, മനസ്സിലായില്ല? അപ്പോൾ ഫ്രണ്ടിൽ ഒരു റൊട്ടേഷൻ, ബാക്കിൽ ഒരു റൊട്ടേഷൻ. അപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ 1 2. മൂന്നാമത്തെ നല്ല ഓപ്പൺ ചെയ്യണം, എൽബോ ഒതുക്കിയെടുക്കണം, എന്നാലും അത് റൊട്ടേഷൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ 1 ഫ്രണ്ടിലൊന്ന് ബാക്ക് 2. രണ്ടാമത്തത് എൽബോ ഒഴിക്കണം. ഇങ്ങോട്ട് ഒഴിഞ്ഞിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തല്ലേ അത് വരുള്ളൂ. ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. നേരെ 1 2 3 എൽബോ ഇങ്ങനെ ഒതുക്കുമ്പോൾ കറക്റ്റ് ആ ഫ്ലോയിൽ ആ സ്റ്റിക്ക് വരും. മനസ്സിലായല്ലോ? അപ്പൊ 1 2 3 4 5 1 2 3 4 5 1 2 3 4 5. ഓക്കെ, ഇനി അടുത്തത് ഡബിൾ ഹാൻഡ് ചെയ്യുന്നതാണ്. ഡബിൾ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്നെ ഒരു കൈ ഫുൾ ടൈറ്റ് ചെയ്യില്ല കേട്ടോ, ഒരു കൈ ഓപ്പൺ, ഒരു കൈ ടൈറ്റ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റിക്ക് ഓപ്പൺ ചെയ്ത് തോന്നും. നോക്കിയോ, ഫ്രണ്ട് ബാക്ക്, ഫ്രണ്ട് ബാക്ക്. മനസ്സിലായല്ലോ? അപ്പം ഡബിൾ ഹാൻഡ് റൊട്ടേഷൻ ആണ്. ഇനി ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധാരണ ഈ കളരിയെ കുറിച്ച് എനിക്കധികം അറിയില്ല. കുംഫുലുള്ളത് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഓരോന്ന് സ്പെഷ്യലൈസ് ചെയ്യും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ആനിമൽസ് കുംഫു എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അതിൽ സ്നേക്ക്, മങ്കി, ഈഗിൾ, ടൈഗർ അങ്ങനെ കുറേ പോകും. പിന്നെ വന്നത് വെപ്പൺസ് കുംഫു എന്ന് പറയും. വെപ്പൺസ് കുംഫുൽ വന്നിട്ട് അത് സ്റ്റിക്ക്, സോഡ, അങ്ങനെ കുറേ വെപ്പൺ പോകും. പിന്നെ ഫൈറ്റ് ബേസ് ചെയ്ത് വരുമ്പോൾ കുറേ പഞ്ചസ്, ബ്ലോക്സ്, കിക്സ്, ലെഗ് മൂവ്മെന്റ്സ് അങ്ങനെ കുറേ വരും. അപ്പം അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുംഫുല് 2 ടൈപ്പ് ഫൈറ്റ് ഉണ്ട്. ഒന്ന് സ്ട്രീറ്റ് ഫൈറ്റ്, ഒന്ന് കോമ്പറ്റീഷൻ ഫൈറ്റ്. ഈ സ്ട്രീറ്റ് ഫൈറ്റിൽ വരുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വൈഡ് അറ്റാക്കുകളും വൈഡ് ബ്ലോക്കുകളും ആയിരിക്കും. കോമ്പറ്റീഷനിൽ വരുന്നത് ക്ലോസ് ബ്ലോക്കും ക്ലോസ് അറ്റാക്കുകളും ആയിരിക്കും. അങ്ങനെ വ്യത്യാസം. അതിനെക്കുറിച്ച് ഇഷ്ടപ്പെട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്ന പറഞ്ഞാൽ ഇത് സ്റ്റിക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് ബേസ് മുതൽ എടുക്കും, ആദ്യം മുതൽ വളരെയധികം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ഗുണമാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മളിപ്പോൾ ഓരോരുത്തർ മിക്ക കുംഫു സ്കൂളുകളിലും സാധാരണ അവർ കുംഫുവിൽ ധാരാളം ലെസൺസ് ഉണ്ട്, മനസ്സിലല്ലേ? പക്ഷെ സാധാരണ ഇപ്പോഴും വന്നിട്ട് ഡക്ക് സ്റ്റൈലുണ്ട്, ഡോഗ് സ്റ്റൈലുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ആനിമൽസ് മൂവ്മെന്റ്സുകളുണ്ട്. അതിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ചില മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഇട്ട് പഠിപ്പിക്കില്ല, മനസ്സിലായില്ലേ? അവർക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്ത് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. അങ്ങനെ പഠിപ്പിക്കാനാണെങ്കിൽ ധാരാളം കാണും, മനസ്സിലായില്ലേ? അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് വൺ ഹാൻഡിൽ അറ്റാക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പക്ഷേ സാറിന് പഞ്ച് പ്രാക്ടീസ് ചെയ്യില്ലേ? പഞ്ച് പ്രാക്ടീസ് ചെയ്ത് അറ്റാക്ക് പഞ്ചസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ആദ്യം പഞ്ച് പഠിക്കും, പിന്നെ അത് പവറാക്കും, പിന്നെ സ്പീഡാക്കും, പിന്നെ പവർ സ്പീഡാക്കും. അങ്ങനെയാണല്ലോ അതിൻ്റെ റൂട്ട് പോകുന്നത്. അതേപോലെ ഈ അടുത്ത അറ്റാക്ക് സ്റ്റിക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്യാം, അങ്ങനെ അറ്റാക്ക് പവർ ഉണ്ട്. എങ്ങനെയാണ് അറ്റാക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതാണ് അടുത്ത ക്ലാസ്സിൽ കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരെണ്ണം എടുക്കാം. ഇത് വന്നിട്ട് സാധാരണ അറ്റാക്കിന് പവർ കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ 1 2 3 4 ഇതാണ് അറ്റാക്ക് പവറാക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്കിന് പവർ വരാൻ വേണ്ടി ചെയ്യുന്ന റൊട്ടേഷൻ ഇതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് എങ്ങനെയാണ് അറ്റാക്ക് പവറാക്കേണ്ടത്, എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് വിശദീകരിച്ചെടുക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് വളരെയധികം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഗുണമുണ്ടാവും. അടുത്ത ക്ലാസ്. ഓക്കെ.